വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിനെതിരെ ചുമത്തിയ കാപ്പ ഹൈക്കോടതി അംഗീകരിച്ചത് പോലീസിന് നേട്ടമായി. കോടികളുടെ ആസ്തിയുള്ള പ്രമുഖ വ്യവസായിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കിൽ വെച്ച നടപടി സംസ്ഥാനത്ത് ആദ്യമായാണ്. പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിസാമിനെതിരെ കാപ്പ ചുമത്തിയ നടപടിയാണ് വാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ശരിവെച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ആർ നിശാന്തിനിയുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടറായിരുന്ന MSJ ആണ് നിസാമിനെതിരെ കാപ്പ ചുമത്തിയുള്ള ഉത്തരവ് കഴിഞ്ഞ മാർച്ച് 9 പുറപ്പെടുവിച്ചത്. തൃശൂർ ട്രാഫിക് SI ആയിരുന്ന ദേവിയെ വാഹന പരിശോധനയ്ക്കിടെ ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തെ തുടർന്ന് നിസാമിനെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മുൻ സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് 2013 നടപടിയാണ് നിസാമിനെതിരെ ചുമത്തിയ കാപ്പ ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് നിർണായകമായത്. ബംഗളൂരിൽ യുവതിയെ മാനഭംഗപ്പെടുത്തിയ കേസ്, സഹോദരന്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച സംഭവം, ചന്ദ്രബോസ് വധം, മലബാർ കോളേജ് പാർട്ണറെ വീട് കയറി ആക്രമിച്ച സംഭവം തുടങ്ങിയ കേസുകളാണ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്നതിനായി പോലീസ് റിപ്പോർട്ടിൽ നൽകിയിരുന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലിയും മുഹമ്മദ് നിസാമിന് വേണ്ടി അഭിഭാഷകരായ B. കുമാർ, OV മണിപ്രസാദ് എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. ന്യൂസ് ഡെസ്ക് TCV.